السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وما بعد، فإن خير الكلام كلام الله، خير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനും ഖുർആനുമായി ബന്ധപ്പെട്ട അറിവുകൾ പങ്കുവെക്കുന്നതിനും ഒരുമിച്ച് കൂടുന്ന ഇത്തരം കൂടിച്ചേരലുകൾ അല്ലാഹു സ്വീകാര്യമായി സ്വീകരിക്കുമാറാണ്. പ്രത്യേകിച്ച് ഉഷ്ണകാലം ചൂട് കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രതിഫലത്തിനും വർധനവുണ്ടാകും. നിങ്ങളുടെ പ്രയാസത്തിനനുസരിച്ചാണ് പ്രതിഫലം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ പ്രതിഫലം കൂടുതൽ ലഭിക്കാൻ വേണ്ടി പ്രയാസപ്പെടേണ്ടതില്ല, പക്ഷെ പ്രയാസപ്പെടുന്നവർക്ക് പ്രതിഫലം കൂടുതൽ ലഭിക്കും. ഏതായിരുന്നാലും അല്ലാഹു നമ്മുടെ ഇത്തരം സദസ്സുകളെല്ലാം ഖുർആനിന്റെ അഹ്ലുകാരായി മാറാനും പഠിക്കുന്നതും പറയുന്നതും നമുക്ക് അനുകൂലമായി അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷിയാകുന്ന സ്വീകാര്യോഗ്യമായ സദസ്സുകളായ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സൂറത്ത് ഫുസ്സിലത്ത് 24 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. وذلكم ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين فإن يصبروا فالنار مثوى لهم وإن يستعتبوا فما هم من المعتبين. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ആയത്തുകൾ അതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ കാരണം നഷ്ടക്കാരിൽപ്പെട്ടു പോയ ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുൽ തന്നെ ഏറ്റവും നല്ല ചിന്തയായിരിക്കണം ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടതെന്നും നാം മനസ്സിലാക്കേണ്ടായി. ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വയഹ്സിനു ظن بربه. തന്റെ റബ്ബിനെ കുറിച്ച് നല്ല ചിന്തയോടുകൂടി അല്ലാതെ നിങ്ങളിൽ ആരും മരണപ്പെട്ടു പോകരുത്. അതുപോലെ ഞാൻ എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നോ അതുപോലെ ആയിരിക്കും. അഥവാ അള്ളാഹുവിന് നമ്മോടുള്ള നിലപാട് നാം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നതനുസരിച്ചായിരിക്കും എന്നാണ്. അതെല്ലാ മേഖലയിലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത നിലനിർത്തുക, അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷയുള്ളവരാവുക. അള്ളാഹു നമ്മെ സഹായിക്കും, നമ്മെ കൈവിടുകയില്ല, എപ്പോഴും അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ആ പ്രതീക്ഷ നിലനിർത്തുന്നവരാവുക. ഖൗഫും റജാഉം അഥവാ ഭയവും പ്രതീക്ഷയും ഒരുപോലെ ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ വിശ്വാസിക്ക് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അനിവാര്യമാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടായി. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷയും വേണം, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയവും വേണം. അതുകൊണ്ടാണ് ആ
ആ പ്രതീക്ഷയും ഭയവും ഇല്ലാത്തത് കൊണ്ടാണ് അവർ നഷ്ടക്കാരിൽ പെട്ടുപോയത്. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളത് രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അള്ളാഹു കാണുന്നുണ്ട്, അതുകൊണ്ട് എന്റെ നിലപാട് ശരിയാക്കണം എന്ന ചിന്തയും ജാഗ്രതയും വേണം. രണ്ടാമത്തെ, അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അതുകൊണ്ട് അള്ളാഹ് എന്റെ കാര്യത്തിൽ എനിക്ക് ഖൈറ് വരുത്തും. മറ്റാര് കണ്ടില്ലെങ്കിലും, മറ്റാര് പരിഗണിച്ചില്ലെങ്കിലും, മറ്റാരെന്നെ കൈവിട്ടാലും എന്റെ കാരുണ്യമായ റബ്ബ് എന്നെ കൈവിടുകയില്ല എന്നുള്ള പ്രതീക്ഷ. ഇത് രണ്ടും ഒരുപോലെ നമുക്ക് അനിവാര്യമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കി, കൂടുതൽ അമല് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം? അമല് ചെയ്യാനും സൽക്കർമ്മം അധികരിപ്പിക്കാനും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന താക്കീതുകളെ കുറിച്ച് ചർച്ച ചെയ്യണം. എന്നാൽ അവസാനത്തിലേക്ക് കടന്നവര് മനുഷ്യരോട് പോയി ചർച്ച ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചാണ്. സഹാബികളുടെ ചര്യ എങ്ങനെയായിരുന്നു? അയാൾ ജീവിതത്തിൽ ചെയ്യുന്ന നല്ല കാര്യം അയാളെ ഓർമ്മപ്പെടുത്തുക, അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷകൾ നൽകുക എന്നുള്ള കാര്യങ്ങളാണ് അയാൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഈ ആയത്തുകൾ പറയപ്പെട്ട നിഷേധികൾക്ക് ഏറ്റവും വലിയ നഷ്ടം വരാൻ കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള മോശമായ ചിന്ത കാരണമാണ്. ആ ഹദീസിന്റെ തന്നെ അവസാനത്തിൽ പറയുന്നുണ്ട്, فإن قوما قد أساءوا ظنهم بربهم فإن قوما أرداهم سوء ظنهم بربهم. ഒരു ജനവിഭാഗത്തെ റബ്ബിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ നാശത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത്. പിന്നീട് അവർക്ക് അവർക്ക് പരലോകത്ത് പിന്നെ അവരുടെ അവസ്ഥ നരകം മാത്രമാണ്. ഇനി ക്ഷമിച്ചാലും സഹിച്ചാലും നരകം തന്നെ അവർക്ക് ലഭിക്കാനുള്ളൂ. കാരണം ചിന്തിക്കാനും പശ്ചാത്തപിക്കാനും നിലപാട് നന്നാക്കാനുമുള്ള അവസരം കഴിഞ്ഞു. എന്തെങ്കിലും ഒരു ഇളവ് ചോദിച്ചാൽ അത് നൽകപ്പെടാനുള്ള അവസരവും കഴിഞ്ഞു. ഇനി നമുക്ക് 25 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقيضنا لهم قرناء فزينوا لهم ما بين أيديهم وما خلفهم وحق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون فلنذيقن الذين كفروا عذابا شديدا ولنجزينهم أسوأ الذي كانوا يعملون ذلك جزاء أعداء الله النار لهم فيها دار الخلد جزاء بما كانوا بآياتنا يجحدون وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين
أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقيضنا لهم قرناء فزينوا لهم ما بين أيديهم وما خلفهم وحق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. وقال الذين كفروا لا تسمعوا لهذا القرآن والغوا فيه لعلكم تغلبون. فلنذيقن الذين كفروا عذابا شديدا ولنجزينهم أسوأ الذي كانوا يعملون. ذلك جزاء أعداء الله النار لهم فيها دار الخلد. جزاء بما كانوا بآياتنا يجحدون. وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും സത്യം മുന്നിൽ വന്നിട്ടും അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മറ്റൊരു അവസ്ഥയെക്കുറിച്ച് അല്ലാഹു പറയുന്നു. ഖയ്യദ്നാലഹും, നാം അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത് ഖുർആന എന്നുള്ള കരീം എന്നുള്ളതിന്റെ ജമാണ്, എന്താണ് കൂട്ടുകാരെ നിശ്ചയിച്ചു കൊടുത്തു. എങ്ങനത്തെ കൂട്ടുകാരാണ്? ഫസയ്യനൂ ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുൻവശത്തുള്ളതും പിൻവശത്തുള്ളതുമെല്ലാം അവർ ഇക്കൂട്ടർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവർ ചെയ്യാൻ പോകുന്നതും ചെയ്തു കഴിഞ്ഞതും അവരുടെ നിലപാടുകളിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും അല്ലെങ്കിൽ ദുനിയാവിലെ അവസ്ഥയും ഇനി വരാനുള്ള അവസ്ഥയെ കുറിച്ച് അവർ സൂക്ഷിക്കേണ്ടിയിരുന്ന കാര്യങ്ങളും ഒക്കെ തെറ്റായ നിലപാടുകൾ അവർക്ക് എന്തായി ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. വഹഖ അലൈഹിമുൽ ഖൗൽ, വാക്ക് അവരുടെ മേൽ സ്ഥിരപ്പെട്ടു. എന്നാൽ വാക്ക് സ്ഥിരപ്പെട്ടു എന്നാൽ വാക്ക് സ്ഥിരപ്പെട്ടു എന്ന് ഖുർആനിലെ പല സ്ഥലങ്ങളിലും അള്ളാഹു ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അദാബിന്റെ
നരകത്തിന്റെ അദാബിന്റെ വാക്ക് സ്ഥിരപ്പെട്ട ആളുകൾ. അത് ഇവരുടെ നിലപാട് കാരണം അള്ളാഹുവിന്റെ അദാബിന് അർഹരാണെന്ന വാക്ക് അവരുടെ മേൽ സ്ഥിരപ്പെട്ടു. ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്രിഹിം മിനൽ ജിന്നി വൽ ഇൻസ്, അഥവാ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അദാബിന് അർഹരായവരുടെ കൂടെ ഇവരുടെ മേലും അള്ളാഹുവിന്റെ വാക്ക് സ്ഥിരപ്പെട്ടു. ഇന്നഹും കാനൂ ഖാസിരീൻ, തീർച്ചയായും അവർ നഷ്ടക്കാരിൽപ്പെട്ടവരായിരുന്നു. വഖാല അല്ലദീന കഫറൂ, സത്യനിഷേധികൾ പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. വൽഗൗ ഫീഹി, അഥവാ കേൾക്കാൻ വല്ല സാഹചര്യം വന്നാലോ വൽഗൗ ഫീഹി, നിങ്ങൾ അതിൽ ബഹളം കൂട്ടി ഒച്ചപ്പാടുണ്ടാക്കുക. കാരണം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അത് കേൾക്കുന്ന ആളുകൾ അതിന്റെ സന്ദേശവും ആദർശവും ഉൾക്കൊള്ളും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ അവർ പറയണത് പരമാവധി കേൾക്കാതിരിക്കാൻ നോക്കുക. അഥവാ കേട്ടാൽ എന്ത് ചെയ്യുക, വൽഗൗ ഫീഹി, ചൂളം വിളിക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക, അങ്ങനെ കൈയടിക്കുക, അങ്ങനെ പല നിലക്കുള്ള കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ ലഅല്ലകും തഗ്ലിബൂൻ, നിങ്ങൾ വിജയം നേടിയേക്കാം. സത്യത്തിൽ ഇത് ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുള്ള ഖുർആനിൽ ലഭിക്കുന്ന ഒരു സാക്ഷ്യപത്രമാണ്. സാധാരണ പറയാറുണ്ട് ഏറ്റവും നല്ല സാക്ഷ്യം ശത്രുവിന്റെ സാക്ഷ്യമാണ്, അല്ലെ? നബിസ്വല്ലാസിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത്, ഹിറക്കലിനോട് അബൂ സുഫിയാൻ പറഞ്ഞു അദ്ദേഹം കളവ് പറയാറില്ല, അത് അബൂ സുഫിയാൻ മുശ്രിക്കാണ്. നമ്മൾ പറയാറുണ്ട് ശത്രു പോലും സത്യസന്ധനെന്ന് വിളിച്ചിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെയുള്ള ശത്രുക്കളുടെ ഒരു സാക്ഷ്യപത്രമാണ് ഖുർആൻ. കാരണം ഖുർആൻ കേട്ടാൽ അതിന്റെ ആദർശം ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ കേൾക്കരുത്. ഇനി അഥവാ കേൾക്കാൻ വല്ല സാഹചര്യം വന്നാലോ വൽഗൗ ഫീഹി, നിങ്ങൾ ലഗ്വ് എന്ന് പറഞ്ഞാൽ ബഹളം വെക്കുക, ചൂളം വിളിക്കുക, ഒച്ചപ്പാടുണ്ടാക്കുക. ലഅല്ലകും തഗ്ലിബൂൻ, അങ്ങനെ നിങ്ങൾക്ക് വിജയം നേടിയേക്കാം. അവർക്കുള്ള ശിക്ഷ അല്ലാഹു പറഞ്ഞു, അവർക്ക് പിന്നെ ഹിദായത്ത് ലഭിക്കൂല അത്രക്കാരും. ഫലനുദീഖന്നല്ലദീന കഫറൂ അദാബൻ ശദീദ, അത്തരം നിഷേധികൾക്ക് അതികഠിനമായ വേദനാജനകമായ ശിക്ഷ നാം അവരെ ആസ്വദിപ്പിക്കുക ചെയ്യും. വലനജ്സിയന്നഹും, നാം അവർക്ക് പകരം പ്രതിഫലം നൽകും. അസ്വഅല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏറ്റവും മോശപ്പെട്ട ആ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നാം നൽകുകയും ചെയ്യും. കാരണം എന്താണ്? ദാലിക ജസാഉ അഅദാഇല്ലാഹിൻ നാർ, അവർ അല്ലാഹുവിന്റെ ശത്രുക്കളാകും. അവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്നൊരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ അവരുടെ കാര്യത്തിൽ പ്രതീക്ഷയില്ല. സാധാരണ അറിവില്ലായ്മ കൊണ്ടോ കാര്യം മനസ്സിലാകാത്തത് കൊണ്ടോ ആ സന്ദേശം ലഭിക്കാത്തത് കൊണ്ടോ അതില് ഉൾക്കൊള്ളാത്തവരെ കുറിച്ച് അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്ന് പറയാറില്ല. അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്ന് പറയാറുള്ളത് ആരെ കുറിച്ചാണ്? ഇത്തരക്കാരെ കുറിച്ചാണ്. അഥവാ പ്രമാണകന് മുന്നിൽ വന്നിട്ടും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ കണ്ടിട്ടും അതിനെ നിഷേധിക്കുക, അതിനെ പരിഹസിക്കുക, അതിനെ കൂക്കി വിളിക്കുക, അതിന് ഒച്ചപ്പാടുണ്ടാക്കുക, അങ്ങനെ അതിനെ അതിജയിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അള്ളാഹുവിന്റെ ശത്രുക്കൾക്കുള്ള പ്രതിഫലം നരകമാകുന്നു. ലഹും ഫീഹാ ദാറുൽ ഖുൽദ്, അവർക്കതിൽ സ്ഥിരവാസത്തിന്റെ ഭവനമുണ്ട്. ജസാഅൻ ബിമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചതിന്റെ പ്രതിഫലം അത്രയത്. അങ്ങനെ പരലോകത്ത് എത്തി ആ ശിക്ഷ എങ്ങനെ അനുഭവിക്കും അവർ പറയുന്ന ഒരു വാക്കാണ് ഇനി പറയുന്നത്. വഖാല അല്ലദീന കഫറൂ, ആ നിഷേധികൾ അവിടെ വെച്ച് പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അരിനൽ ലദൈനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും ഞങ്ങളെ വഴി പിഴപ്പിച്ച രണ്ട് കൂട്ടുകാരെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ആദ്യത്തെ ആയതിൽ പറഞ്ഞു ഖയ്യർനാലഹും ഖുറനാ, ആ കൂട്ടുകാരാണത്.
വഖാലല്ലദീന കഫറൂ, നിഷേധികൾ അവിടെ വെച്ച് പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അരീനാ, ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, അല്ലദൈനി, അല്ലദീ എന്ന് പറഞ്ഞാൽ ഒരാൾ, അല്ലദാനി എന്ന് പറഞ്ഞാൽ രണ്ടാളല്ലേ, അല്ലദീന എന്ന് പറഞ്ഞാൽ കുറെ ആള്, അല്ലദൈനി എന്ന് പറഞ്ഞാൽ ആ രണ്ടാളെ കുറിച്ചാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പറയുമ്പോൾ അത് മഫ്ഊലുൻ ബിഹി മൻസൂബാണ്, അല്ലദൈൻ എന്ന് പറയാൻ കാരണം ആ രണ്ടാളെന്ന് ഉദ്ദേശിച്ചത് രണ്ട് വിഭാഗമാകാം, രണ്ട് കൂട്ടങ്ങളാകാം, രണ്ട് വ്യക്തികളാകാം, രണ്ട് കൂട്ടുകാരാകാം, രണ്ട് നേതാക്കന്മാരാകാം, ആരുമാകാം. മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും ഞങ്ങളെ വഴിവേൽപ്പിച്ച രണ്ട് കൂട്ടുകാരെ, രണ്ടാളുകളെ, രണ്ട് വിഭാഗങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങൾക്കൊന്ന് അവരുടെ മേൽ ചവിട്ടിക്കയറി നിൽക്കാനാണ് നരകത്തിൽ ഒന്ന് അവരെ മേലെ ചവിട്ടിക്കയറി നിൽക്കണം. ലിയകൂനാ മിനൽ അസ്ഫലീൻ, അവരൊന്ന് താഴെ വളരെ നിന്ദ്യരായി ഞങ്ങളുടെ കാലടിക്ക് താഴെയാക്കിയിട്ട് ഒന്ന് അങ്ങനെ ഒരു സമാധാനം കിട്ടുമെന്ന് നോക്കാനാണ്. സത്യത്തിൽ വളരെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാൻ അവസരം കൊടുക്കാത്ത ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്ത് യാസീനും പറയുന്നുണ്ട് അല്ലെ, ഇന്നാ ജഅൽനാ ഫീ അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ അല്ലെ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ വഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സൂറത്ത് അൽ-ബഖറയിൽ പറയുന്നുണ്ട്, സുമ്മുൻ ബുക്മുൻ ഉംയുൻ ഫഹും ലാ യർജിഊൻ. അത്തരക്കാരിൽ പെട്ടുപോയാൽ പിന്നെ കഥ കഴിഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രമാണങ്ങളും വ്യക്തമായ തെളിവുകളും മുന്നിൽ കണ്ടിട്ടും നിഷേധിക്കുക, അഹങ്കരിക്കുക, അള്ളാഹുവിന്റെ ആയത്തുകളെ പരിഹസിക്കുക, അള്ളാഹു അയച്ച പ്രവാചകന്മാരെ കളിയാക്കുക, ഖുർആനിനെയും പ്രവാചക ചര്യകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് താൻ തോന്നിയായി ജീവിക്കുക, അത്തരക്കാർക്ക് പിന്നെ അള്ളാഹു തന്നെ എന്ത് ചെയ്യും? അതിന് പറ്റിയ ആളുകളെ അവർക്ക് ഏർപ്പാടാക്കി പോകും. അള്ളാഹു ആയത്തിൽ പറയുന്നുണ്ട്, ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അള്ളാഹ് അവനൊരു ശൈത്താൻ നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. കാരണം അള്ളാഹു അസീസാണ്, പ്രതാപശാലിയാണ്. അള്ളാഹിന്റെ കിതാബ് പ്രതാപമുള്ള കിതാബാണ്. അതിനെ അവഗണിക്കുന്നവർ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു അവരെ വഴിക്ക് വിടും. അല്ല, അള്ളാഹ് അവരെ കൂടെ തെറ്റിയിരിക്കുന്നല്ല പറഞ്ഞത്. അതിന് പറ്റിയ സാഹചര്യത്തിലേക്ക് അള്ളാഹു അവരെ വിട്ടുകളയും. അള്ളാഹു അങ്ങനെ അവിടെ എത്തിയിട്ട് അവരെ പറയുന്നത് എന്ത്? അവിടെ എത്തുമ്പോ പറയാണ്, ദുനിയാവിൽ നമ്മൾ കൂടിയിട്ട് പല ഹറാമുകളും ചെയ്തിരുന്നു, പല ശിർക്കും ചെയ്തിരുന്നു, പല കുഫറും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലെ ക്ഷണിക്കുന്നവർ നമ്മൾ കൂട്ടം കൂടിയിട്ട് കളിയാക്കിയിരുന്നു, ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. ഈ തൗഹീദിന്റെ പ്രബോധനത്തെ, ഈ ദീനിനെ കളിയാക്കാൻ വേണ്ടി നമ്മോടാകുന്നൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അതിന് പിശാചുക്കളുടെ കൂട്ടും പിശാചുക്കളുടെ സഹായം അതും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവരൊക്കെ പാടെന്ത് ചെയ്യും? അവരുടെ ശത്രുക്കളായിട്ട് മാറും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും. പിശാചുക്കളുടെ നേതാവ് ഇബ്ലീസ് ആദ്യം അയാളെ കാര്യം അയാൾ പറയും, എന്ത്? എന്നോടൊന്നും പറയണ്ട, ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നിട്ടല്ലേ. قال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم وأخلفتكم. കാര്യങ്ങളൊക്കെ തീരുമാനിച്ച പിശാച് പറയുന്നത്, അള്ളാഹ് പറഞ്ഞ കാര്യം ഇവിടെ പുലർന്നു, ഞാൻ പറഞ്ഞ വാഗ്ദാനം ഞാൻ ലംഘിച്ചിരിക്കുന്നു, എന്നെ കുറ്റം പറയേണ്ട, കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നിട്ടല്ലേ. وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي. എന്നാണ്, ഞാൻ നിങ്ങളെ വിളിച്ചപ്പോ വന്നിട്ടല്ലേ, എനിക്ക് അധീശത്വ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ നിങ്ങളെ പിടിച്ചു ജയിച്ചതൊന്നുമല്ലല്ലോ. അയാൾ ഒഴിവാക്കും അല്ലെ.
എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ല. എന്നെ കുറ്റം പറയണ്ട, നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞാൽ മതി. നേതാക്കന്മാരെ അനുയായികളിൽ നിന്ന് ഒഴിവാകും. പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ പിൻപറ്റി അന്ധമായി അനുകരിച്ച അനുയായികളിൽ നിന്ന് ഒഴിവായി കളയും. അള്ളാഹും റസൂലും പറഞ്ഞതിനപ്പുറത്ത് അന്ധമായിട്ട് ഏത് നേതാവിനെ അനുസരിച്ചാലും ആ നേതാവ് നമുക്ക് അവിടെ എതിരാകും. ഒരാൾ നമ്മളെ ശുപാർശയ്ക്ക് വരില്ല. ആദ്യം അവരെ വരെ കണ്ടാകും പിൻപറ്റപ്പെട്ട നേതാക്കന്മാർ അനുയായികളിൽ നിന്ന് ഒഴിവാകും. ഇത് കണ്ടിട്ട് അങ്ങനെ അവരുടെ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകും. അതാവ് ഇങ്ങനെ മുന്നിൽ കാണും. അപ്പൊ അന്ധമായിട്ട് അവർ അനുകരിച്ച ഖുർആനും സുന്നത്തും പറഞ്ഞ കൃത്യമായ പ്രമാണങ്ങൾക്കെതിരായിട്ട് നേതാക്കന്മാർ അന്ധമായി പിൻപറ്റിക്കൊണ്ട് ഹറാമ് ചെയ്ത, ശിർക്ക് ചെയ്ത, കുഫ്ർ ചെയ്ത, ദീനിനെ കളിയാക്കിയ, ദീനിന്റെ പ്രബോധനത്തിന് ഭംഗം വരുത്തിയ ആളുകൾ പറയും, ഒരവസരം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഞങ്ങളിൽ നിന്ന് ഒഴിവായതുപോലെ ദുനിയാവിലേക്ക് ഒരു അവസരം തന്നാൽ ഞങ്ങൾ അവരിൽ നിന്ന് ഒഴിവാകുക തന്നെ ചെയ്യും. പക്ഷെ അവസരമില്ല. كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. ആ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ കാണും അല്ലെ. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ സംഭാഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മക്റുൽ ലൈലി വന്നഹാർ അല്ലെ, ഇതദുഊന ലാ ലിനക്ഫുറ ബില്ലാഹി വനുശ്രിക ബിഹി മാ ലൈസ ലനാ ബിഹി ഇൽം. രാവിലെ വൈകുന്നേരം നിങ്ങൾ കുതന്ത്രം നടത്തിയിട്ട് ഞങ്ങളെ ശിർക്കിലേക്കും കുഫ്റിലേക്കും ക്ഷണിച്ചില്ലേ? അതിനുവേണ്ടി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ധിക്കരിക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങളെ ക്ഷണിച്ചില്ലേ? അതിലെല്ലാം മോശപ്പെട്ട കൂട്ടുകാരും അതിൽപ്പെടും. നമ്മളെപ്പോഴും നമ്മുടെ കൂട്ടുകെട്ട് ആരുമായിട്ടാണെന്നുള്ളത് വളരെ ശ്രദ്ധിക്കണം. വിശ്വാസം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരുടെ ദീനിലായിരിക്കും. എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ നടപടിക്രമങ്ങളിലായിരിക്കും, കൂട്ടുകാരുടെ ചര്യകളിലായിരിക്കും, കൂട്ടുകാരുടെ ശീലങ്ങളിലായിരിക്കും. ദീന് ഖലീൽ എന്ന ദീന് മതം ഒട്ടത്തിന്റെ മതമാകുന്നതല്ല എന്റെ ഉദ്ദേശം. ദീനിന് മറ്റൊരർത്ഥം ഉണ്ട്, നടപടിക്രമം, ചര്യ, ശീലം എന്നൊക്കെ അർത്ഥം ദീൻ. ചിലപ്പോ ദീൻ തന്നെ മാറും, അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഏതായിരുന്നാലും നമ്മളെല്ലാവരും കൂട്ടുകൂടുന്നത് ആരുമായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം പറഞ്ഞ ഈ മോശപ്പെട്ട കൂട്ടുകാരാവാൻ പാടില്ല. അതിനർത്ഥം എല്ലാവരുമായിട്ട് ബന്ധം മുറിക്കണമെന്നല്ല. ഒരു വിശ്വാസിക്ക് എല്ലാവരുമായിട്ട് ബന്ധപ്പെടാം, പക്ഷെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കുന്ന ആരെയായിരിക്കണം? അത് കൃത്യമായ മുഅ്മിനീങ്ങളെ മാത്രമായിരിക്കും. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന, ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, കാര്യങ്ങളിലൊക്കെ നല്ല നിലപാടെടുക്കുന്ന, നമ്മളെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ അങ്ങനെയല്ല ഇങ്ങനെ നമ്മളെ തിരുത്താൻ, അല്ല നമ്മളിന്ന് തെറ്റ് ചെയ്യുമ്പോൾ അതിന് കൈയടിച്ചിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അള്ളാഹു പറഞ്ഞു, എല്ലാ കൂട്ടുകാരും അന്ന് ശത്രുക്കളായി മാറും പരസ്പരം, മുത്തഖീങ്ങൾ ഒഴികെ. മുത്തഖീങ്ങൾ ശത്രുക്കളാവില്ല. കാരണം എന്താ? അർശിന്റെ തണലിൽ എത്തുന്നത് വരെ ആ സ്നേഹം ഉണ്ടാകും. അള്ളാഹിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണെങ്കിൽ. അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴാളെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടാളുകൾ, അവര് പരസ്പരം പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല, അവര് ആകെയുള്ള ബന്ധം എന്താണ്? ചിലപ്പോ ഏതോ നാട്ടിലുള്ള രണ്ടാളായിരിക്കും. അവര് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചവരാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ കൂടിയിരുന്നവരാണ്, ദീനിന്റെ മാർഗത്തിൽ കൂടിയിരുന്നവരാണ്, ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒന്നിച്ചിരുന്നവരാണ്. ആ അവസ്ഥയിൽ തന്നെ പിരിഞ്ഞു പോയവരാണ്.
നാളെ പരലോകത്ത് അള്ളാഹു വിളിച്ചു ചോദിക്കും, ഐനൽ മുതഹാബീന ഫിയ ഐനൽ മുതജാലിസീന ഫിയ ഐനൽ മുതസാബിരീന ഫിയ എന്ന് അള്ളാഹു വിളിച്ചു ചോദിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സി ഹദീസിൽ പറയുന്നു. എന്താണ്? എനിക്ക് വേണ്ടി സ്നേഹിച്ചവർ എവിടെ? എനിക്ക് വേണ്ടി എന്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിച്ചവരെവിടെ? എന്റെ മാർഗത്തിൽ ഒന്നിച്ച് കൂടിയിരുന്നവരെവിടെ? അൽയൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി. ഇന്നിതാ എന്റെ അർശിന്റെ തണൽ ഞാൻ അവർക്ക് നൽകും, എന്റെ തണലല്ലാത്തൊരു തണലും ഈ ദിവസമില്ല. അത്രക്കാരത് നാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നേരെമറിച്ച് ഇവിടെ പറഞ്ഞ മോശപ്പെട്ട കൂട്ടുകാരാണോ അവർ നമുക്ക് എല്ലാം ഇങ്ങനെ ഭംഗിയാക്കി കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന മയക്കുമരുന്നും കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ അധികരിച്ച ഉപയോഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒന്നാമത്തെ കാരണം എന്താണ്? കൂട്ടുകെട്ടാണ്. കൂട്ടുകെട്ടാണ് ഒന്നാമത്തെ കാരണം. ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഒരു വിഭാഗം അവർ അതിൽ പെട്ടുപോയത് കൂട്ടുകാർ വഴിയാണ്. അതാണ് പറഞ്ഞല്ലോ, മുന്നിലും പിന്നിലൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് കാണിച്ചു കൊടുക്കും. അത് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്നും ഉപയോഗിക്കുന്നതിന് എന്താ കുഴപ്പമില്ല, ഒരു സന്തോഷത്തിന്. ഏതായാലും നമ്മളൊരു വഴിക്ക് പോവല്ലേ, ഒരു ട്രിപ്പൊക്കെ പോവല്ലേ, നീ കൂടുതലൊന്നും ഉപയോഗിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചു നോക്ക്. ആ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചത് തന്നെയാണ് പിന്നെ അവൻ അതിന്റെ അടിമയാക്കി മാറ്റിയത്, അതിന്റെ കാരിയറാക്കി മാറ്റിയത്, അതിന്റെ ആ ലഹരി പദാർത്ഥത്തിന്റെ അതിന്റെ വിൽപ്പനക്കാരനാക്കി മാറ്റിയത്. അതിനടിമപ്പെട്ട അവസാനം സ്വയബുദ്ധി നഷ്ടപ്പെട്ട് സ്വന്തം മാതാവിനെയും പെങ്ങളെയും പോലും തിരിച്ചറിയാത്ത മൃഗമായി, മൃഗങ്ങളെക്കാൾ പതിച്ചവരായിട്ട് അവർ മാറുന്നത് അതിന്റെ തുടക്കം പലപ്പോഴും കൂട്ടുകെട്ടിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടു തരം കൂട്ടുകാരുണ്ട്. മസലുൽ ജലീസ് സ്വാലിഹ്, ഏറ്റവും നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം കഹാമിനിൽ മിസ്ക്, എന്താണ്? സുഗന്ധ വ്യാപാരിയെ പോലെയാണ്. സുഗന്ധ വ്യാപാരിയുടെ പ്രത്യേകത, ഒന്നുകിൽ നിങ്ങൾക്ക് കാണുന്ന അത്ര വാങ്ങാം, അല്ലെങ്കിലോ നിങ്ങൾ കാണുമ്പോൾ വെറുതെ ഒന്ന് പുരട്ടി തരും കൈമൽ, അതിന് പൈസ ഒന്നും വാങ്ങില്ല. നല്ല ഊതാണെങ്കിലും അത്ര ആണെങ്കിലും എന്ത് ചെയ്യും, കൈമൽ അല്പം പുരട്ടി തരും. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. വിശ്വാസം പറഞ്ഞ ഉദാഹരണം നോക്കി, നിങ്ങൾക്ക് ഒന്നുകിൽ പൈസ കൊടുത്ത് അത്ര വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങളയാളെ കൂടെ ഇരിക്കുമ്പോഴൊക്കെ അയാൾ നിങ്ങളെ കൈമൽ തരും, നല്ലൊരു അത്ര പുരട്ടി തരും, നല്ല സുഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കാം. ഇപ്പൊ കൈമേൽ പുരട്ടി തന്നില്ലെങ്കിലും അയാളെ കൂടെ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഒരു സുഗന്ധം അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ മോശപ്പെട്ട കൂട്ടുകാരന്റെ ഉദാഹരണം പെരിങ്കൊല്ലന്റെ ഉലയിൽ ഊതാനിരിക്കുന്നവരെ പോലെയാണ്. അയാൾ എന്താണ്, ആ കരിമ്പുകം ഇങ്ങനെ എന്താണ് ആളടുത്ത് പോയിരുന്നാല് ഒന്നുകിൽ നമ്മളെ വസ്ത്രം കത്തിപ്പോകും. പെരിങ്കൊല്ലന്റെ കട കണ്ടിട്ടില്ലേ? ഇപ്പൊ അതൊക്കെ ഒരിടത്ത് പോയി, അതിനൊക്കെ മിഷണറികൾ വന്നു അല്ലെ. പഴയ കാലത്തെ 2 കുഴിയും അതിനുള്ളില് ഈ തീ ഇങ്ങനെ അല്ലെ തിരിച്ചിട്ട് ഊതിയിട്ടൊക്കെ ഇങ്ങനെ തീ കത്തിക്കുന്ന പെരിങ്കൊല്ലന്റെ അല്ലെ കത്തി മുറിച്ചു വിട്ടാലും പഴവും കൊടാനും കൈക്കോട്ടുകൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ കാണാം ഒരാൾ ഇപ്പുറത്ത് ഇങ്ങനെ തിരിക്കുന്നുണ്ടാവും. അയാളുടെ അടുക്കൽ ഇങ്ങനെ നമ്മള് ആ പണി കഴിഞ്ഞിട്ടും വെറുതെ ആളെ പോയിരുന്നാൽ അങ്ങനെ ഉണ്ടാവും. ഒന്നുകിൽ നമ്മളെ വസ്ത്രം കത്തിപ്പോവും, അല്ലെങ്കിൽ ആ കരിമുഖം ഇങ്ങനെ വെറുതെ ശ്വസിച്ച് അവിടെ ഇരിക്കാം. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഈ 2 ഉദാഹരണങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നല്ല കൂട്ടുകാരനാണെങ്കിൽ ഒന്നുകിൽ അയാളുടെ കൂടെ നമുക്ക് നല്ല ഒരുപാട് അമലുകൾ ചെയ്യാം, പ്രവർത്തനങ്ങൾ ചെയ്യാം, ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാം, ഒന്നിച്ച് ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാം. നാളെ സുന്നത്തോമ്പ് എടുക്കല, നമുക്ക് ഒന്നിച്ച് സുന്നത്തോമ്പ് എടുക്കാം. അവനാണ് 2 ആൾക്ക് ഒരുമിച്ച് ഒരു പരസ്പരം ഓർമ്മപ്പെടുത്തല. പള്ളിയിലേക്ക് വരുന്നോ, നീ രാത്രി ലേറ്റ് ആയിട്ടാണോ കിടന്നത്, ഞാൻ വിളിച്ചോളർത്താം അല്ലെ, ഒന്നിച്ച് പള്ളിയിലേക്ക് പോകണം. ഇതാ ഒരു ഖുർആനിന്റെ ക്ലാസ് ഉണ്ട്, നമുക്ക് ഒന്നിച്ച് ആ ക്ലാസ്സിലേക്ക് പോകാം. ഒരു ദഅവ സ്കൂൾ വർക്ക് ഉണ്ട്, അതിന് പോലും നമുക്ക് ഒന്നിച്ച് അതിന് പോകാം.
നമ്മൾ സ്വയം വെറുതെ ഇരിക്കുകയാണെങ്കിൽ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കൂട്ടുകാരൻ വഴി ചെയ്യാൻ സാധിക്കും. അതാണ് അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ച, അതിനുവേണ്ടി ഒരുമിച്ചിരുന്ന, ആ മാർഗത്തിലായിക്കൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ ആളുകൾ. ആ ഋഷിന്റെ തണലിലാണ് അവർ. അത്തരക്കാരെ നാം ഉൾപ്പെടുത്തുമാറാണ്. മോശപ്പെട്ട കൂട്ടുകാരാകട്ടെ, എത്ര മോശപ്പെട്ട കൂട്ടുകാരൻ. അവിടെ ആഗ്രഹിക്കുന്ന ഞാനും നീ തമ്മിൽ 2 മശ്രിഖ് മഗ്രിബിന്റെ ദൂരമുണ്ടായിരുന്നെങ്കിൽ നിന്റെ ആ ഒരു ഷെറിൽ പെടാതെ എനിക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ. പക്ഷേ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്ന ശേഷം, ഖുർആനും സുന്നത്തൊക്കെ കിട്ടിയ ശേഷം, നന്മ ഇതാണ് തിന്മ ഇതാണെന്നൊക്കെ മനസ്സിലായ ശേഷവും നിന്റെ കൂടെ ഒരു ട്രിപ്പ് പോയപ്പോൾ, നിന്റെ കൂടെ ഒന്ന് ഇരുന്നപ്പോൾ ഞാൻ ആ തെറ്റായ സംഗതിക്ക് നിന്റെ കൂടെ പ്രേരണയിൽ ഞാൻ പെട്ടുപോയി. പിന്നീട് അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത അവസ്ഥയിൽ അയാൾ വിട്ടുപോകണം. കാരണം അതിൽ ഒരു തരം എന്തുണ്ട്, അള്ളാഹു ആ ഖുർആൻ തന്നെ പറഞ്ഞ പോലെ ഒരു തരം സീനത്ത് നമ്മൾ ആലോചിച്ചില്ല. ആ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുമ്പോ അതിനൊരു പ്രത്യേക ഭംഗി പിശാചുണ്ടാക്കിട്ട്, പിന്നെ അവർക്കൊന്നും പ്രശ്നമില്ല, ബാപ്പിയും പ്രശ്നമില്ല, എന്റെ കുടുംബക്കാര് പ്രശ്നമില്ല, തറവാട്ടിന് മാരൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല, കൂടെയുള്ള ആര് നല്ല കൂട്ടുകാരായിരുന്ന ആര് വിളിച്ചാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. കാരണം അതിലൊരുതരം ഭംഗിയാക്കലുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ പിശാചുകൾക്ക് ഭംഗിയായി കാണിച്ചു കൊടുക്കും. പക്ഷേ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. പരലോകത്തും അവർ പറയുന്നത് എന്താണ്? 29-ാമത്തെ ആയത്തിൽ അവർ പറയുകയാണ്, അവിടെ അവരെങ്ങനെ ചവിട്ടിത്താഴ്ത്താൻ പറ്റുമോ? അള്ളാഹുവോട് പറഞ്ഞു നോക്കുന്നുണ്ട്, പഠിച്ചവനെ ഞങ്ങൾക്ക് ഈ ആളുകളാണ് ഞങ്ങളെ പ്രേരിപ്പിച്ചത്, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി എന്താ? എല്ലാവർക്കും ഇരട്ടി ശിക്ഷ, അവർക്ക് മാത്രമല്ല. കാരണം അവിടെ നിങ്ങൾക്ക് നിലപാടെടുക്കേണ്ടവർ നിങ്ങളായിരുന്നു. കൂട്ടുകാരാണ് പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന് എതിരുണ്ടാവില്ല. അല്ലെങ്കിൽ നേതാക്കന്മാര് പറഞ്ഞിട്ടാണ് ഞങ്ങള് ആ ദീനിൽ നിന്ന് മാറിയെന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൃത്യമായ ഒരു ചര്യ മനസ്സിലായിട്ട് എന്റെ നേതാവ് പറഞ്ഞ അങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചര്യ ആരെങ്കിലും മാറ്റിവെച്ചാൽ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചര്യ ഒരാൾക്ക് ലഭിക്കുകയും ഏതെങ്കിലും ഒരു നേതാവിന്റെ വാക്കിന് വേണ്ടി അത് മാറ്റിവെക്കുകയും ചെയ്താൽ നരകത്തിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വീഴാൻ പോകുന്നവനെ പോലെയാണ്. ഏത് സമയത്തിലേക്ക് വിടുന്നു? فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബിയെ, അവരൊരിക്കലും വിശ്വാസികളാവുകയില്ല. അവർക്കിടയിൽ ഭിന്നിപ്പുള്ള വിഷയങ്ങളിൽ താങ്കളെ അവർ വിധികർത്താവാക്കുന്നവരെ വേറെ ആരെയുമല്ല. മദ്ഹബിന്റെ ഇമാമിങ്ങളെയല്ല, സംഘടനാ നേതാക്കന്മാരെയല്ല, പാർട്ടി പ്രസിഡന്റുമാരെയല്ല, മഹല്ല് ഖാദിമാരെയല്ല, വീട്ടിലെ പിതാവിനെയല്ല, ഉപ്പൂപ്പയെയല്ല, തറവാട്ടിലെ കാരണവരെയല്ല. അവരൊക്കെ പിൻപറ്റിയാൽ റബ്ബനാ ഇന്നാ അതാനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീല റബ്ബനാ ആതിഹിം ദഅഫൈനി മിനൽ അദാബ് വലഅൻഹും ലഅനൻ കബീറാ എന്ന് പറയേണ്ടി വരും. പഠിച്ചോനെ, ഞങ്ങൾ വലിയ വലിയ ആൾക്കാരൊക്കെ പിൻപറ്റിപ്പോയി, ഞങ്ങൾ നേതാക്കന്മാരെ പിൻപറ്റിപ്പോയി. അവരാണ് ഞങ്ങൾ വഴിവേൽപ്പിച്ചത്. അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണമേ, അവരെ എന്താണ് ശപിക്കണമേ എന്നൊക്കെ അവിടെ പറയേണ്ടി വരും. അവിടെ لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. ويوم يعض الظالم على يديه. സാധാരണ വിരല് കടിക്കുക എന്താണ്? നിരാശ അല്ലേ?
അലായത് രണ്ട് കൈയും കൂടി കൂട്ടിക്കടിക്കപ്പെടാം. ആ പ്രയോഗം നോക്കണം. അതായത് ആ നിരാശക്കപ്പുറത്ത് നിരാശയില്ല. ആ അക്രമി രണ്ട് കൈ ഇങ്ങനെ കടിക്കും. അക്രമിയായ മനുഷ്യൻ ഞാൻ റസൂലിന്റെ മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത, എന്റെ നാശമേ, ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഞാൻ ഇന്ന ആളെ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നില്ല എങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി, അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന്, അല്ലാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന്, ഈ ഖുർആനിൽ നിന്ന്, ദീനിന്റെ മാർഗത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയ ശേഷം അവൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല, പിശാച് മനുഷ്യനെ കൈയൊഴിയുന്നവൻ തന്നെയാകുന്നു. ഇത് പിശാചിൽ നിന്നുള്ള കൂട്ടുകാരനുണ്ടാവും, ഇൻസിൽ നിന്നുള്ള കൂട്ടുകാരനുണ്ടാവും. നമ്മൾ സൂറത്തിന്റെ നാസിൽ പറയുന്നത് റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് എന്നാണ് പറയുക. ജനങ്ങളുടെ റബ്ബാണ്, റബ്ബിൽ നിന്ന് നമ്മൾ റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നു. ജനങ്ങളുടെ രാജാതിരാജനോട് നമ്മൾ കാവൽ ചോദിക്കുന്നു. ജനങ്ങളുടെ ആരാധനയോട് നമ്മൾ കാവൽ ചോദിക്കുന്നു. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നടത്തി പിന്തിരിഞ്ഞു കളയുന്ന പിശാചിന്റെ ശർറിൽ നിന്ന്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്ന ആളാണ്. അവസാനത്തായിട്ടാണ് മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും, രണ്ടിൽ നിന്നുണ്ടാവും മോശപ്പെട്ട കൂട്ടുകാരൻ. സൂറത്ത് ഖാഫിലും അത് പറയുന്നുണ്ട്. വഖാല ഖരീനുഹു റബ്ബനാ മാ അത്ഗൈതു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ് ഖാല ലാ തഖ്തസിമൂ ലദയ്യ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ് മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. കൂട്ടുകാരൻ പറയും, ഞാൻ കേട്ടിട്ടൊന്നുമില്ല, ആദ്യം പേവലായിരുന്നു, ഞാൻ വിളിച്ചപ്പോ വന്നതാണ്. അല്ലാഹു പറയും, ലാ തഖ്തസിമൂ ലദയ്യ, എന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ശബ്ദം കൂടണ്ട. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, താക്കീതുകാർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പ്രവാചകന്മാര് വന്നിട്ടുണ്ട്, പ്രബോധകന്മാര് വന്നിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് താക്കീതുകൾ വന്നിട്ടുണ്ട്. അലം യഅതികും നദീർ, താക്കീതുകാർ വന്നിരുന്നില്ലേ? ഖുർആൻ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ദീനിന്റെ മാർഗത്തിൽ നമ്മെ സഹായിക്കുന്ന ആളുകളെ മാത്രം ആത്മമിത്രങ്ങളാക്കുക. അല്ലാത്തവരോട് നമുക്ക് ബന്ധങ്ങള്, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ബന്ധങ്ങൾ അവരെ സഹായിക്കാം, അവരോട് നന്മ ചെയ്യാം. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന, നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആളുകളായിട്ട് നമ്മൾ നന്മയുടെ മാർഗത്തിലുള്ളവരെ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് വരും. അവിടെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം അത് ദീനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, വെറുക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് വേണ്ടി വെറുക്കുക. അതുപോലെ തന്നെ ഖുർആൻ കേൾക്കുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കി അതിന് ചെവി കൊടുക്കാതെ മാറി നിൽക്കുന്ന, അവിടെ ബഹളം വെക്കുന്ന അത്തരം നിലപാടുകൾ അമാനുമല റഹ്മത്ത് അവിടെ ഈ തഫ്സീറിൽ പറയുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചെയ്തിരുന്ന അതേ സ്വഭാവം ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടാവും. അള്ളാന്റെ കലാമ് കേൾക്കുമ്പോൾ, വ്യക്തമായ പ്രമാണം കേൾക്കുമ്പോൾ അവിടെ ഒച്ചപ്പാടുണ്ടാക്കുക, കൂക്കി പിടിക്കുക, പരിഹസിക്കുക. അത്തരക്കാരെന്തായിരുന്നാലും ഏത് കാലഘട്ടത്തിലും ഉണ്ടാകും. പക്ഷേ അവർ ഓർക്കേണ്ടത് വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അള്ളാഹു യഥാർത്ഥ ഹിദായത്തിലേക്ക് ആളെ കൊണ്ടുവരും. അത്തരക്കാർക്ക് ഖുർആൻ കേൾക്കുമ്പോൾ എന്താണ്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർക്ക് ഖുർആൻ കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അല്ലാത്തവർ ഖുർആൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒച്ചപ്പാടുണ്ടാക്കും. വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നൊരു വാക്ക് ഇമാം ബൈദാവി റഹിമഹുല്ലാഹ് തഫ്സീറിൽ പറയുന്നുണ്ട്.
വൽഗൗ ഫീഹി എന്ന് പറഞ്ഞതിനെ ഐ ആബിദൂഹു ബിൽ ഖുറാഫാത്ത് ഔ ഇർഫഉ അസ്വാതകും ബിമാ ബിഹാലി തുശവ്വിശൂഹു അലൽ ഖാരി. ഖുർആന് പകരം നിങ്ങൾ ഖുറാഫാത്ത് കൊണ്ടുവരാം. ഇമാം ബൈളാവിയുടെ തഫ്സീർ പറഞ്ഞു വൽഗൗ ഫീഹി എന്ന് പറഞ്ഞു. കാരണം ഖുർആൻ ജനങ്ങൾ ഓതുകയും പഠിക്കുകയും ചെയ്താൽ അവരെന്ത് ചെയ്യും? അന്ധവിശ്വാസങ്ങളിൽ നിന്നും ആത്മീയ ചൂഷണങ്ങളിൽ നിന്നും ഷിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ഹറാമിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഒരു നല്ല മാർഗത്തിലേക്ക് വരും. അത് പിശാചിനും അവന്റെ കൂട്ടാളികളായ മനുഷ്യ പിശാചുകൾക്കും അത്തരം ആളുകൾക്കും പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അവര് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ നോക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒച്ചപ്പാടുണ്ടാക്കുക, അത് കേൾക്കാതിരിക്കുക. അല്ലെ? വിശ്വാസികളോട് അല്ലാഹു പറഞ്ഞ എന്താണ്? ഫൈദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ കേട്ടാൽ എന്ത് ചെയ്യണം? ഫസ്തമിഉ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വഅൻസിതു, നിങ്ങൾ നിശബ്ദരാകണം. അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും. അല്ലെ? ഖുർആൻ കേൾക്കുമ്പോൾ അതാണ് നമ്മുടെ വിശ്വാസികളുടെ നിലപാട്. നിഷേധികളുടെ നിലപാടാകട്ടെ, അവിടെ ഒന്നുകിൽ കേൾക്കാതിരിക്കാൻ നോക്കും, അല്ലെങ്കിൽ കേൾക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക? ഒച്ചപ്പാടുണ്ടാക്കുക, ബഹളുണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെതിരെ അവരുടേതായ ന്യായവാദങ്ങളും മറുവാദങ്ങളും കൊണ്ടുവന്നിട്ട് തർക്കവിതർക്കങ്ങൾ നടത്തുക. അവസാന കാലമാകുമ്പോൾ അത്തരം ആളുകൾ അങ്ങനെ ഒരു ഹലാക്കിന്റെ അവസ്ഥയിലേക്ക് എത്തുമെന്ന് റസൂലുള്ളാഹി തന്നെ പറയുന്നില്ലേ? ഹലാക്കു ഉമ്മത്തി അൽ കിതാബു വല്ലബൻ, ഖീലൽ കിതാബു വല്ലബൻ യാ റസൂലല്ലാഹ്. ഈ കിതാബ് കൊണ്ട് പാല് കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ. അപ്പൊ എന്താണ് ചോദിച്ചപ്പോൾ എന്താണ്? ഖുർആൻ അവര് പഠിച്ചിട്ട് അല്ലെങ്കിൽ അത് ദുർവ്യാഖ്യാനിച്ചിട്ട് അള്ളാഹും റസൂലും ഉദ്ദേശിക്കാത്ത അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോകും, ജനങ്ങളെ പേപ്പിക്കാൻ വേണ്ടി. പാല് കൊണ്ട് നശിക്കുന്നവരെ എങ്ങനെ ചോദിച്ചപ്പോൾ നല്ല കൃഷിയും പാലുള്ള സ്ഥലം മാത്രം നോക്കിയിട്ട് ജുമായും ജമാഅത്തും മുസ്ലിമീങ്ങളുടെ ആ കൂട്ടായ പ്രവർത്തനങ്ങളൊക്കെ വിട്ടു നിന്നുകൊണ്ട് അവർ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അഹലുകാരാകാനും ഖുർആനിലൂടെ ഹിദായത്ത് ലഭിക്കുന്നവരാകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ കേൾക്കുന്നതിലൂടെ അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതിലൂടെ ഈമാൻ വർദ്ധിക്കുന്ന, ഖുർആനിന്റെ ആ ആശയാദർശങ്ങൾ നെഞ്ചിലേറ്റുന്ന യഥാർത്ഥ അഹ്ലുൽ ഖുർആനായ അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസത്തു, അല്ലാഹുവിന്റെ ആളുകളാണ്, അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണെന്ന് പറഞ്ഞ അത്തരക്കാരുള്ള നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കാനും അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി കൈപ്പറ്റാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈമാനിന്റെ ഹലാവത്ത് അനുഭവിച്ചവർ മൂന്ന് കൂട്ടരാണ്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. രണ്ട്, ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയാകണം. മൂന്ന്, കുഫറിലേക്ക് മടങ്ങുന്നത്, തീയിലെറിയപ്പെടുന്ന പോലെ വെറുക്കുന്നവർ എന്ന് പറഞ്ഞവരിൽ ആ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുന്നവർ നാം ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ യുവതലമുറയും ഒക്കെ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂട്ടുകെട്ടുകൾ തെറ്റാകുമ്പോൾ നിലപാടുകൾ തെറ്റിപ്പോവുകയും അതിലൂടെ തെറ്റായ മാർഗത്തിലേക്ക് മാർഗഭ്രംശം സംഭവിച്ചു പോവുകയും അതിലൂടെ ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെടുകയും ചെയ്യുന്ന വലിയ ഹതഭാഗ്യരായ ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അത്തരം അവസ്ഥയിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم اشف مرضانا ومرضى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم انصر إخواننا المستضعفين في كل مكان. اللهم انصر إخواننا المستضعفين في كل مكان. اللهم انصر إخواننا المستضعفين في كل مكان. ربنا اغفر لنا ولوالدينا رب ارحمهما كما ربونا صغارا. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم.